ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലൊവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. हर देश रिलायबल सप्लाई चेन चाहता है. हर देश स्टेबल पार्टनरशिप चाहता है. हर देश ऐसे साथियों की तलाश में है जिन पर लंबे समय तक भरोसा किया जा सके. और ऐसे समय में भारत विश्व में एक ट्रस्टेड पार्टनर के रूप में उभर रहा है. പാരീസിൽ നടന്ന വിവാ ടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ, ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. एलपीजी बैकलॉग घटकर 3.1 डेज हो गया है. पिछले 3 दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख पीएनजी कनेक्शंस गैसीफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു.
2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധറെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് se.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 10 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചേക്കും. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തി ദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തി ദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-നെതിരെ 4 ഗോളിനാണ് ബോസ്നിയയ്ക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.